തിരുവനന്തപുരത്ത് വൈദ്യുതി ലൈൻ പൊട്ടിവീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. 19-കാരൻ അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അപകടമുണ്ടായത്. ബൈക്കിലുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ടു. കാറ്ററിംഗ് കഴിഞ്ഞ് കുറച്ച് താമസിച്ച് ഒരു 12 കഴിഞ്ഞാണ് വന്നത്. പനവൂർ വരെ നമ്മൾ 4 പേരുണ്ടായിരുന്നു. 2 ബൈക്കിലായിട്ടാണ് വന്നത്. എന്നിട്ട് നമ്മൾ 2 പേരെ വീട് ഒരുമിച്ചായതുകൊണ്ട് നമ്മൾ ഇതിൽ കയറി, അവന്റെ വണ്ടി കയറി നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ചാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. മഴ പെയ്ത് തോന്നുന്ന സമയമായിരുന്നു, വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് അടുത്തെത്തിയപ്പോഴാണ് ഒരു പോസ്റ്റും കിടക്കുന്ന, റബ്ബർ കിടക്കുന്ന, ഒരു മരം ഒടിഞ്ഞ് കിടക്കുന്ന കണ്ടത്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റില്ല, കാരണം അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത്. വേറെ വെളിച്ചമൊന്നും ഇല്ലായിരുന്നു, ബൈക്കിന്റെ വെട്ടം മാത്രമേ ഉള്ളായിരുന്നു. അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ തടിയിൽ ഇടിച്ച് നമ്മൾ 2 പേര് തെറിച്ച് വീണായിരുന്നു. നമ്മൾ ഇവനെ ചെന്ന്, കിച്ചുവിനെ ചെന്ന് പൊക്കി എടുക്കാൻ ശ്രമിച്ചിട്ടും അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചേട്ടന് ഷോക്കടിച്ച്, എനിക്ക് ഷോക്കടിച്ച് അവനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അടുത്തുണ്ടായിരുന്ന ഒരു കമ്പും ഹെൽമെറ്റ് ഉപയോഗിച്ച് ഞാൻ ലൈംഗം പൊക്കിയിട്ട്, ഞാൻ ആ ലൈംഗം ഇങ്ങനെ പൊക്കിയിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് അവനിങ്ങനെ വലിച്ചു നീക്കാൻ പറ്റിയിട്ട് അപ്പോഴും ഷോക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പുറത്ത് നിന്ന ഒരു 2 ചേട്ടന്മാർ വന്ന് നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഊരി അവൻ്റെ കാലിൽ കൂടെ ഇട്ടിട്ടാണ് അവനെ വലിച്ചു നീക്കരുത്. അത്ര സമയം അവന് ഷോക്ക് ഏൽക്കുന്നുണ്ടായിരുന്നു. സനീസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചെയ്യുന്നുണ്ട്. സനീസ, കാറ്ററിംഗ് കഴിഞ്ഞ് 3 സുഹൃത്തുക്കൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എങ്ങനെ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഈ പൊട്ടിവീണ കമ്പി ഇവർ കണ്ടിട്ടില്ലായിരുന്നോ? അമൃത, ഇന്ന് പുലർച്ചോടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടാവുന്നത്. നെടുമങ്ങാട് പാമ്പാടി റോഡിലേക്ക് ഈ വാഹനം കയറുമ്പോൾ, ഈ ഇരുചക്ര വാഹനം, സുഹൃത്തുക്കൾ, അക്ഷയ അടങ്ങുന്ന സുഹൃത്തുക്കൾ 3 പേർ സഞ്ചരിച്ച വാഹനം കയറുമ്പോൾ അവിടെ റബ്ബറിൻ്റെ ചില്ല പൊട്ടി വീണ് അത് പോസ്റ്റിലേക്ക് വീണ്, പോസ്റ്റും ചില്ലയും കൂടെ റോഡിലേക്ക് വീണ് അപകടമുണ്ടാവുകയായിരുന്നു. അക്ഷയ്ക്ക് തൽക്ഷണം തന്നെ ഷോക്കേൽക്കുകയും തൽക്ഷണം തന്നെ അക്ഷയ് മരണപ്പെടുകയുമായിരുന്നു. അമൃത, ഞാനിപ്പോൾ ഉള്ളത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയുടെ മുന്നിലാണ്. ഇവിടെയാണ് അക്ഷയുടെ മൃതദേഹമുള്ളത്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. ഇവിടെ നിന്ന് ഇപ്പോൾ അക്ഷയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് അക്ഷയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മരത്തിൻ്റെ ചില്ല പോസ്റ്റിലേക്ക് വീണ് അത് റോഡിലേക്ക് വീണ് അപകടമുണ്ടാവുകയായിരുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു അക്ഷയും 2 കൂട്ടുകാരും അടങ്ങുന്ന ഇരുചക്ര വാഹനം അതിലൂടെ പോയത്. അവിടെ നിന്ന് അക്ഷയായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത്, ഈ സ്കൂട്ടർ ഓടിച്ചിരുന്നത്. അക്ഷയ്ക്ക് ഷോക്കേൽക്കുകയായിരുന്നു. എന്തോ ഭാഗ്യത്തിൻ്റെ പുറത്താണ് കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾക്ക് അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെടാൻ പറ്റിയത്. അക്ഷയ്ക്ക് ഇത്തരത്തിൽ ഷോക്കേറ്റതിന് ശേഷം അക്ഷയെ സുഹൃത്തുക്കൾ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും പക്ഷേ അക്ഷയ്ക്ക് ഷോക്കുള്ളതിനാൽ അതിന് സാധിക്കാതെ പോവുകയും ഈ ഒരു അപകടത്തിൻ്റെ ശബ്ദം കേട്ട നാട്ടുകാർ അവിടത്തേക്ക് ഓടിയെത്തിയിരുന്നു. പിന്നീട് നാട്ടുകാർ ഈ ഉണങ്ങിയ ചുള്ളിക്കമ്പ് കൊണ്ട് അക്ഷയെ അവരുടെ മുണ്ടും അതുപോലെ കയറുമൊക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. മാറ്റിയതിന് ശേഷം അക്ഷയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിനെയും അതുപോലെ തന്നെ KCBനെയും ഒക്കെ നാട്ടുകാരടങ്ങുന്ന സംഘം ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ആംബുലൻസ് ആ സമയത്ത് അവിടെ എത്തിയിരുന്നില്ല. തുടർന്ന് അക്ഷയെ ഒരു നാട്ടുകാരൻ്റെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അവിടെ പിന്നീട് പകുതിക്ക് വെച്ച് ആംബുലൻസ് എത്തുകയും അങ്ങനെ അക്ഷയ ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. KCBയെ വിവരമറിയിച്ച് അക്ഷയെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് KCB ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നത്. തുടർന്ന് അവിടെ വൈദ്യുതി വിച്ഛേദിക്കുകയായിരുന്നു. ഇത്തരത്തിൽ അവിടെ മരം ഇങ്ങനെ അപകടകരമായ രീതിയിൽ ഉണ്ടെന്ന വിവരം നിരന്തരമായി നാട്ടുകാർ KCB ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് വാർഡ് മെമ്പറെയും ഒക്കെ അറിയിച്ചിരുന്നു. ഈ അപകടം നടന്ന അക്ഷയ്ക്ക് ഈ ദാരുണ സംഭവം നടന്ന അതേ സ്ഥലത്ത് റോഡിൻ്റെ ഇപ്പുറത്തെ അടുത്ത വശത്തായിട്ട് കുട്ടികൾ പഠിക്കുന്ന മദ്രസ അടക്കം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ അപകടകരമായ ഒരു രീതിയിൽ ബലക്ഷയം സംഭവിച്ച ഒരു പോസ്റ്റും അതുപോലെ തന്നെ റോഡിലേക്ക് എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന തരത്തിൽ മരവും ഉണങ്ങിയ മരച്ചില്ലയുമുള്ള ഒരു അപകടകരമായ അവസ്ഥയിലൂടെയാണ് ആ ഒരു പാത പോകുന്നത്. മലയോര പാതയാണെങ്കിൽ പോലും ഒട്ടനവധി വാഹനങ്ങൾ
വാഹനങ്ങൾ പോകുന്ന ഒരു പാതയാണ് അത്. ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവുകയും ഡിഗ്രിക്ക് പഠിക്കുന്ന 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു ദാരുണ സംഭവം തേവലക്കരയിലെ കണ്ണീർ വറ്റിയിട്ടില്ല. അപ്പോഴിതാ മറ്റൊരു യുവാവും ഇത്തരത്തിൽ ദാരുണമായി ഒരു അന്ത്യത്തിലേക്ക് മരത്തിന്റെ ചില്ല വീണ ആണല്ലോ ഈ പോസ്റ്റോടിഞ്ഞ് കമ്പി താഴേക്ക് വീണത്. ഇപ്പോഴും ഭീഷണിയായി മരച്ചിലകളുണ്ടോ ആ മേഖലയിൽ? ഉണ്ട് അമൃത, ഇപ്പോഴും ഭീഷണിയായിട്ട് ഉണങ്ങിയ മരച്ചില്ലകൾ അവിടെയുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഒരു അത്ര വലിയൊരു മരച്ചില്ലയല്ല പൊട്ടിവീണത്, പക്ഷേ പോസ്റ്റിന് ബലക്ഷയമുള്ളത് കൊണ്ടാണ് ഈ മരച്ചില്ല പൊട്ടിവീണതോടെ ഈ പോസ്റ്റ് ഇത്തരത്തിൽ റോഡിലേക്ക് നിലം പതിക്കാൻ കാരണം. അത്രയും ബലക്ഷയമുള്ള ദ്രവിച്ച രീതിയിലായിരുന്നു ആ പോസ്റ്റ് ഉണ്ടായിരുന്നത്. ആ പോസ്റ്റ് നിന്ന് അതിൻ്റെ ഒരു കോൺക്രീറ്റിന് പോലും ഒരു ബലമുണ്ടായിരുന്നില്ല. ഒരു ഉണങ്ങിയ ഒരു മരത്തിൻ്റെ കനം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിലൊരു മരം വീഴുമ്പോഴേക്കും നിലം പതിക്കാവുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പാലക്കാട് വൈദ്യുത മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഇതിൽ KSEBക്ക് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പ്രതികരണങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. സനിസ തുടരൂ, സനിസയിലേക്ക് മടങ്ങിയെത്താം.